രണ്ടു കൂട്ടം വീടുകൾ ഈ ദേശത്ത് നമുക്ക് പണിയാൻ പറ്റും. ഒന്ന്, സ്വന്തം പണം കൊണ്ടും വരുമാനം കൊണ്ടും പണിത വീട്. രണ്ട്, ദൈവം പണിത വീട്. നമ്മുടെ സ്വന്തം സാമർഥ്യവും ശക്തിയും കൊണ്ട് ഒരു വീട് പണിതാൽ രോഗം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, പ്രപഞ്ച ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. പക്ഷെ കർത്താവാണ് വീട് പണിതതെങ്കിൽ എന്തു വന്നാലും പിടിച്ചു നിൽക്കും. വയനാട്ടിൽ ഒരു സിറ്റി സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെ മറ്റൊരു സിറ്റി പുൽപ്പള്ളി. ഈ ബത്തേരി പുൽപ്പള്ളി റോഡ് വനത്തിലൂടെയാണ്, നല്ല വഴിയുണ്ട്, കാട്ടിലൂടെയാണ്. ഒരു ദിവസം ഒരു ആദിവാസി മൂപ്പൻ റോഡ് സൈഡിലുള്ള ഒരു മുഴുത്ത മരത്തിൽ കയറിയിരുന്നു, ഭാര്യയുടെ സാരിയും പിടിച്ചുകൊണ്ട്. ഭാര്യയുടെ സാരി കൈപ്പിടിച്ച് മരത്തേലിരുന്ന് പറഞ്ഞു, ബാങ്കിൽ നിന്നും ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ മരത്തിൻ്റെ മൂട്ടി വന്നു, പായിട്ടു, പരമ്പിട്ടു, പുതപ്പിട്ടു, ബെഡ്ഷീറ്റിട്ടു. ജനം പറഞ്ഞു, മൂപ്പരെ തൂങ്ങിച്ചെത്താൽ ആയുസ് തീർന്നില്ലേ, ഒരു ജീവിതമേ ഉള്ളൂ, അവസാനിപ്പിക്കരുത്. ആദിവാസി മൂപ്പൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ പിന്നെയും ഉപദേശിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ക്ഷാമമില്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, അത് ഉപദേശമാണ്. അത് കൊടുക്കാൻ ഒരുപാട് പേരുമുണ്ട്, ആരെൻ്റെ കടം വീട്ടും. എല്ലാവരും നോക്കി നിൽക്കെ ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തെ മുറുക്കി കെട്ടിയിട്ട് തൂങ്ങി ഒറ്റച്ചാട്ടം. ചാടിയ സെക്കൻഡിൽ മൂപ്പൻ താഴെ വീണു. നടുവ് ഉളുക്കിപ്പോയി, ഒരൻ തെന്നിപ്പോയി, ഉപ്പൂറ്റി ചതഞ്ഞുപോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആവേശം മൂത്ത ആദിവാസി മൂപ്പൻ തൂങ്ങിച്ചാകാനായിട്ട് കഴുത്തിൽ ഭാര്യയുടെ സാരി കെട്ടിയപ്പം മറ്റേ അറ്റം മരത്തെ കെട്ടാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. പലപ്പോഴും നമ്മുടെയൊക്കെ ഓട്ടം ഈ ആദിവാസി മൂപ്പൻ്റെ യാത്ര പോലെ. കഴുത്തേക്കെട്ട് ഭയങ്കരം, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, കഴുത്തേക്കെട്ട് ഭയങ്കര. പക്ഷെ മരത്തേക്കെട്ടില്ല. എൻ്റെ കൊന്ത, എൻ്റെ സന്ധ്യാപ്രാർത്ഥന, എൻ്റെ കുമ്പസാരം, എൻ്റെ ദിവ്യപൂജ, എൻ്റെ നൊവേനകൾ, എൻ്റെ വേദപുസ്തക വായന, ഇതിനൊന്നും ഊന്നൽ കൊടുക്കാതെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു നടന്നാൽ നമ്മുടെയൊക്കെ ജീവിതം തമ്പുരാൻ പറയും, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് മലബാർ പ്രദേശത്തുള്ള ജീസസ് യൂത്തിലെ 500 യുവതീവാക്കന്മാരുടെ ധ്യാനം 4 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ. ഒരു ദിവസം, ഒന്നാം ദിവസം വൈകുന്നേരം എനിക്ക് വലിയ ഒരാഗ്രഹം, കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഒന്ന് കൊണ്ടാക്കൊള്ളാം. ഞാൻ രാത്രി 7:30 നടന്നു പോകുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിവാഹിതപ്പെട്ട ചെറുപ്പക്കാരുടെ ഭക്താഭ്യാസം 10 അടി നീളത്തിൽ തക്കാളിപ്പഴം പോലെ ചുമന്ന തീക്കട്ടകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. അതിന് മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാതെ 5 ചെറുപ്പക്കാർ ഈശ്വര ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. പൊള്ളുന്നതിൻ്റെ ഭാവമാറ്റമോ ചൂടിൻ്റെ രൂപമാറ്റമോ കാണാനില്ല, ഈശ്വര എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഇവരിലൊരുവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, തീക്കട്ടകളുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നാൽ നിങ്ങളുടെ കാല് പൊള്ളുകയല്ലേ? അവൻ മനച്ച ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമ്പം ഒരു പൊള്ളലും അറിയുകയില്ല. 2 നാൾ കഴിയുമ്പോൾ കാലിൻ്റെ വെള്ള ബലൂൺ പോലെ വീർത്തു വരും, കുളിക്കുമ്പം പൊട്ടും, പൊട്ടുമ്പം നീറും, നടക്കുമ്പം ഉള്ളത് അറിയുകയില്ല. ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ബൈബിൾ കൺവെൻഷൻ്റെ ആദ്യ മണിക്കൂറിൽ കർത്താവ് പറയുന്നു, ക്യാൻസർ വന്നാലും കടബാധ്യത വന്നാലും ഭർത്താവ് പുളിച്ചതെറി ഉറക്കം വിളിച്ചാലും ഭാര്യ ഇല്ലായ്മയുടെ ലുത്തിനിയ വല്ലായ്മയുടെ ചൊല്ലിക്കൊണ്ടിരുന്നാലും മക്കളും മരുമക്കളും നാത്തൂൻ ഗോത്രങ്ങളും സമരം പ്രഖ്യാപിച്ചാലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും നിനക്കൊന്നും ബാധിക്കുകയില്ല. യെശയ്യാ 43:1 മുതൽ 5 വരെ വാക്യങ്ങൾ. യേശുവിന് 740 വർഷങ്ങൾക്ക് മുമ്പ്
ദൈവത്തിൻ്റെ പരിശുദ്ധനായ പ്രവാചകൻ യെശയ്യാ ഇങ്ങനെ കുറിച്ച് വെച്ചു. 43 അധ്യായം 1 മുതൽ 5 വരെ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അഗ്നിയിലൂടെ നടന്നാൽ നിന്റെ പാദങ്ങൾക്ക് പൊള്ളലേൽക്കുകയില്ല, വെള്ളത്തിലൂടെ നടന്നാൽ തിരമാല നിന്നെ മുക്കിക്കളയുകയുമില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാന്യനുമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കൺമനുഷ്യൻ്റെ ആദ്യ മണിക്കൂറിൽ കർത്താവ് തരുന്ന സന്ദേശം, അവൻ ഭവനം പണിയട്ടെ, കർത്താവ് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഉറപ്പ്, ഈ ദൈവം, കൂടെയുള്ള ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ ബൈബിൾ കൺവെൻഷൻ്റെ ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ട ചിന്ത, ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്യുന്നു. 4 പ്രവൃത്തികൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3 അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൽ 4 മുതൽ 6 വരെ വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന 4 പ്രവൃത്തികൾ. 1, അവൻ കാണുന്നു. 2, അവൻ കേൾക്കുന്നു. 3, അവൻ അറിയുന്നു. 4, അവൻ ഇറങ്ങി വരുന്നു. ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൽ 4 മുതൽ 6 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ കരച്ചിൽ ഞാൻ കണ്ടു, നിങ്ങളുടെ രോദനം ഞാൻ കേട്ടു, നിങ്ങൾക്കിടയിൽ ഞാൻ ഇറങ്ങി വരും. ഞാൻ എല്ലാം കാണുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്, ഇറങ്ങി വരുന്ന ദൈവമാണ്. 1, ദൈവം കാണുന്നു. വിശുദ്ധ ബൈബിളിൽ 139 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. പക്ഷിയെ പോലെ പറന്ന് പറന്ന് പർവ്വതമൂലിൽ ചെന്നാൽ ദൈവമേ, നീ എന്നെ അവിടെ കാണും. മത്സ്യത്തെ പോലെ ഊളിയിട്ട് ആഴിയുടെ അഗാധങ്ങളിൽ വന്നാൽ നീ എന്നെ കാണും. മരത്തിൽ ഒളിച്ചിരുന്നാൽ സക്കേവൂസിനെ കണ്ടവൻ എന്നെ കാണും. വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോനായെ കണ്ടവൻ എന്നെ കാണും. പകൽ സൂര്യനായി അവൻ എന്നെ നോക്കും, രാത്രിയിൽ ചന്ദ്രനായി നക്ഷത്രങ്ങളായി അവൻ എന്നെ നോക്കും. അവൻ കാണുന്ന ദൈവമാണ്. ചില നല്ല അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ചോ, കെട്ടിയവൻ കണ്ടില്ലേലും മക്കളും മരുമക്കളും കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, അത് മതി. എവിടെ ഇരുന്നാ കാണുന്നതെന്നറിയത്തില്ല, കാണുന്നുണ്ടല്ലോ, അത് മതി. മത്തായി 10:42. ഒരു പാത്രം പച്ചവെള്ളം എൻ്റെ നാമത്തിൽ പാവകൾക്ക് കൊടുത്തപ്പം ഞാനത് കണ്ടു. ദൈവം കാണുന്നവന്. ചില ആൾക്കാർ ഞങ്ങളുടെ കപ്പുച്ചിൻ ആശ്രമങ്ങളിൽ സംഭാവനകൾ കൊണ്ടുതരും. രസീത് കൊടുക്കുമ്പോൾ അച്ചോ, രസീത് വേണ്ട, ആരെ കാണിക്കാനാ, ദൈവം കണ്ടാൽ മതിയല്ലോ. TN ശേഷൻ, ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ക്ഷേത്രം പണിയുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ ശേഷൻ്റെ അടുക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ക്ഷേത്രം ഞങ്ങൾ പണിയുന്നുണ്ട്. ശേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. അന്ന് TN ശേഷൻ 5001 രൂപ സംഭാവന കൊടുത്തു. അവർ രസീത് എഴുതി, TN ശേഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഡൊണേഷൻ 5001 രൂപ. രസീത് കൊടുത്തപ്പോൾ ശേഷം പറഞ്ഞു, രസീത് വേണ്ട. അതെന്താ? ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, ദൈവം കണ്ടാൽ മതി. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് രസീത് എഴുതിപ്പിച്ചത്? അപ്പോൾ ശേഷം പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവം കണ്ടാൽ മതിയെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം, അതുകൊണ്ട് രസീത് കത്തിച്ച് ദൂരെ കളഞ്ഞേരെ. ദൈവം കാണുന്നവനാ, എല്ലാം കാണുന്നവനായ ദൈവം. 5 രൂപ സ്തോത്രക്കാഴ്ച ഇടാൻ കഴിവുള്ള ആൾ, അമ്മയുടെ തിരുനാളല്ലേ, പള്ളിയല്ലേ, ഇരിക്കട്ടെന്നും പറഞ്ഞ് 50 ഇട്ടാൽ ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ളവർ ഓ പള്ളിക്കനാഥനാ കാശ്, കിടക്കത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പറഞ്ഞേച്ച് 5 രൂപ ഇട്ടിട്ട് പോയാൽ ദൈവം അതും കാണും. ഒരു ഞായറാഴ്ച പൂജ കഴിഞ്ഞ് അമ്മയും 6 വയസ്സുള്ള മോനും വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉണക്കപ്പള്ളിയാ, പൂജയ്ക്ക് ഭക്തിയില്ല, ഓർഗന് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, എല്ലായിടത്തും പൊടിയാണ്. അപ്പോൾ ഈ മോൻ പറഞ്ഞു, അമ്മേ
5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? അമ്മ കാണുന്നുണ്ട്, തമ്പുരാൻ കാണുന്നുണ്ട്. ഇപ്പം ദൈവം കാണുന്നവനായ ദൈവം. കാട്ടിൽ ആടിനെ തീറ്റി നടക്കുന്ന മനുഷ്യൻ ആടിനെ തീറ്റി നടന്നപ്പോൾ ഒരു മുട്ടനാട് കൂട്ടം വിട്ടുപോയി. മുട്ടാട് കൂട്ടം വിട്ടുപോയപ്പോൾ ഈ മനുഷ്യൻ അവിടെയെല്ലാം നോക്കി, ഒരു മുഴുത്ത മരത്തെ കയറിയെന്ന് താഴോട്ട് നോക്കി, അതിലെങ്ങാനും ആട് പോകുന്നുണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിനെ മൂട്ടി വന്നു. അവൻ അവിടെ താടിയെ പിടിച്ച് പൊക്കി, അവിടെ കണ്ണി നോക്കിയിട്ട് പറഞ്ഞു, ഓമനെ, നിന്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തേരുന്ന മനുഷ്യൻ, എൻ്റെ പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ടാൽ നീ പറയാനായിട്ട് മറന്നേക്കരുത്, കാണുന്നവനായ ദൈവം, അവനെല്ലാം കാണുന്നവനാ. 2, കേൾക്കുന്നവനാണ്. 1 കാണുന്നവനാണ്, 2 കേൾക്കുന്നവനാണ്. നിന്റെ രോദനം ഞാൻ കേട്ടു. ജെറമിയ 33:3. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ദൈവം കേൾക്കുന്നവനാ. നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഒരു 2-ാം ശനിയാഴ്ച തോറും ഭരണങ്ങാനം അസീസി ധ്യാനമന്ദിരത്തിൽ ഏകദിന പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരാൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ ജോസഫച്ച, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവം കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി എന്തിനാ വരുന്നത്? കുറേ നാൾ പ്രാർത്ഥിക്കാൻ വരാതെ ഇരുന്നു കൂടെ? ഉടനെ ആൻറ്റി പറഞ്ഞു, എൻ്റെ അച്ചോ, എങ്ങനെ വരാതിരിക്കും? പ്രാർത്ഥിക്കുന്നൊന്നും കിട്ടുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാത്ത എന്തെല്ലാമാ തന്നുകൊണ്ടിരിക്കുന്നത്. ഉണിക്ക് വരാതിരിക്കാൻ പറ്റുവേല. ദൈവം കേൾക്കുന്നവനാ. നമ്മുടെ പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയർന്ന് മഴ മേഘമാട്ടി കെട്ടിക്കിടക്കും, അത് മഴത്തുള്ളിയായി പെയ്തിറങ്ങും. ഇവിടെ വ്ളാത്താങ്കരിയിലെ വീട്ടിൽ നിന്ന് ഒരമ്മ പ്രാർത്ഥിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് കെട്ടിക്കിടക്കും. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. അങ്ങ് ദൂരെ ഹോസ്റ്റലിലുള്ള കുട്ടിയുടെ മേൽ, അങ്ങ് ദൂരെ ഗൾഫിലുള്ള ഭർത്താവിൻ്റെ മേൽ, അങ്ങ് ദൂരങ്ങളിലുള്ള ഭാര്യയുടെ മേൽ നമ്മുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയർന്ന ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘം പോലെ കിട്ടിക്കിടന്ന് മഴത്തുള്ളിയായി പെയ്തിറങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഉടനെ കിട്ടും, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് കിട്ടും, ചിലപ്പോൾ ഒത്തിരി നാൾ കിട്ടിയില്ലെന്നിരിക്കും, ചിലപ്പോൾ ദീർഘകാലം കഴിഞ്ഞ് കിട്ടും. ഉദാഹരണം, അബ്രാഹം 20-ാം വയസ്സിൽ അപ്പനാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പനായത് എപ്പോഴാണ്? 80 വർഷം പ്രാർത്ഥിച്ച് 100-ാം വയസ്സിൽ. ഒരു കുഞ്ഞില്ലല്ലോന്നോർത്ത് അബ്രാഹം വരാന്തി കുത്തിയിരിക്കുമ്പം പിന്നാമ്പുറത്ത് നിന്നൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു, പുളിയുള്ള മാങ്ങ കടിച്ചു പറിക്കുന്നു. അബ്രാഹം അടുത്തിരുന്നു, തല തടവി കൊടുത്തു, പുറം തിരുമ്മി കൊടുത്തു. ഓർത്ത 20-ല്ല, ഓർക്കാത്ത 100-ാം വയസ്സിൽ. സക്കറിയ 30-ാം വയസ്സിൽ അപ്പനാക്കണേ എന്ന് പ്രാർത്ഥിച്ചതാ. അപ്പനായത് എപ്പോഴാ? സ്നാപക യോഹന്നാൻ്റെ ജന്മദിനവും സക്കറിയാട് സപ്തതി ആഘോഷവും ഒരുമിച്ചായിരുന്നു, ഓർത്ത കാലത്തല്ല. ചിലപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഓഗസ്റ്റ് മാസം 9-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറുപടി കിട്ടുന്നത് 2044 ഒക്ടോബർ 8-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നീണ്ടകാലം കാത്തിരിക്കണം. ദൈവം തരുമെന്നുള്ള ഉറപ്പ്. ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ ആലുവായിൽ ഒരു മഠത്തിൽ ധ്യാനിപ്പിക്കുവാൻ, ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നല്ല മൂവാണ്ടൻ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടിയെ മുഴുവൻ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടുകളെയും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ ജലം എൻ്റെ തന്നു, സ്റ്റോള് തന്നു, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകവും തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടി നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ മൂവാണ്ടൻ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെയും ബന്ധിക്കണേ. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്, മഴവെള്ളത്തിൽ കുളിച്ചതുപോലെ
ആനാം വെള്ളത്തിൽ വിശുദ്ധജലത്തിൽ മാവ് നനഞ്ഞു നിന്നു. ഞാൻ ഭരണങ്ങാനത്തേക്ക് പോയി. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു തിരാമഴയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞുപോയി. ഇനി വണ്ടുമില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം കേൾക്കും. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. 1, അവൻ കാണുന്നവൻ. 2, കേൾക്കുന്നവൻ. 3, അവൻ അറിയുന്നവനാണ്. യോഹന്നാൻ 2:25 ഇവിടെ പുറപ്പാടി പറയുന്നു, നിന്റെ ഇംഗിതം ഞാൻ അറിഞ്ഞു. യോഹന്നാൻ 2:25 മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് യൂദാസിനെയും ശിക്ഷഗണത്തിൽ ഉൾപ്പെടുത്തി. മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് യൂദാസിനെയും ശിക്ഷഗണത്തിൽ ഉൾപ്പെടുത്തി. ദൈവം അറിയുന്ന ദൈവമാണ്. ഒരു പച്ച മനുഷ്യനായ എൻ്റെ കുറവ് അറിഞ്ഞുകൊണ്ട് ദൈവം എന്നെ അച്ഛനാക്കി. ഒരു പുരുഷൻ്റെ കുറവറിഞ്ഞ് അവനെ ഭർത്താവാക്കി അപ്പനാക്കി. ഒരു സ്ത്രീയുടെ കുറവറിഞ്ഞ് അവളെ ഭാര്യയാക്കി അമ്മയാക്കി. ദൈവം എല്ലാം അറിയുന്നവനാ. 4, ഇറങ്ങി വരുന്നവനാണ്. നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങി വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുക. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവം വിശന്നപ്പോൾ മരുഭൂമിയിൽ മന്നയായി ഇറങ്ങി വന്നു. ദാഹിച്ചപ്പോൾ കരിമ്പാറ കൂട്ടങ്ങൾ ചുരത്തി ഉറവയായി ഇറങ്ങി വന്നു. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമതലത്തിൽ കാടപ്പക്ഷിയായി ഇറങ്ങി വന്നു. അനുദിന ബലിയിൽ, ദിവ്യപൂജയിൽ, അത്താരിയിൽ അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യത്തിൽ അവൻ ഇറങ്ങി വരുന്നു. കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, ഇറങ്ങി വരുന്നവനാണ്. ഈ ദൈവത്തിന് ഇന്ദ്രിയങ്ങൾ ഇല്ല. എനിക്കും നിങ്ങൾക്കും ഇന്ദ്രിയങ്ങളുണ്ട്. ദൈവത്തിന് രൂപമില്ല, നമുക്ക് രൂപമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഉള്ള മനുഷ്യനെ ഇന്ദ്രിയങ്ങൾ ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരെ അയച്ചു. ഓരോ പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ട് മനുഷ്യന് പരിചയമുള്ള ഒരു സ്നേഹത്തെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും തീരുകയില്ല. പഴയ നിയമത്തിൽ ദൈവം സ്നേഹമാണെന്ന് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച പ്രവാചകൻ ഹോസിയ പ്രവാചകൻ. BC 589 മുതൽ 532 വരെ ഹോസിയയുടെ കാലഘട്ടം. അദ്ദേഹം പറഞ്ഞു, സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം നമ്മളെ മറക്കുകയല്ല. ഹോസിയ പഠിപ്പിച്ച രീതി ഏതാ? ഹോസിയ കല്യാണം കഴിച്ചു, 3 മക്കൾ ജനിച്ചപ്പോൾ ഭാര്യ വേറെ ആണുങ്ങളുടെ പുറകെ ഓടി. മനസ്സ് നീറിയ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എൻ്റെ ഭാര്യ എന്നെ മറന്ന് അന്യ പുരുഷന്മാരുടെ പുറകെ പോയപ്പോൾ എനിക്ക് വേദനയുണ്ട്, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റിയല്ല, ഞാൻ സ്നേഹിച്ചു പോയി. ഇപ്പം ദൈവം പറഞ്ഞു, നിൻ്റെ ഭാര്യ നിന്നോട് അവിശ്വസത കാണിച്ച് പല പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ അവരെ സ്നേഹിച്ചു പോയില്ലേ? കല്യാണം കഴിച്ചവർക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അതാണ് ദാമ്പത്യ സ്നേഹം. ഞങ്ങൾ വീട്ടിൽ 2 ആമക്കളാണ്, ഞാനും എനിക്കൊരു ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച നാളുകളിൽ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പം രാത്രി 10:30 കട്ടിലെ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അമ്മ കാൽക്കൽ കസേരയിട്ട് വന്നിരിക്കും. എന്നിട്ട് ചോദിക്കും, മോൻ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞ ഉറങ്ങാൻ തുടങ്ങുകയാണ്. എൻ്റെ മോനെ, ആമ്പിള്ളാർ പെണ്ണ് കിട്ടിക്കഴിയുമ്പം മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇനി ആരും പറയണ്ട, മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി, എന്തൊരു മാറ്റം. കഴിഞ്ഞ തിങ്കളാഴ്ച അവൻ 10 അയല മേടിച്ചു. തലമുറി അവന്, നടുമുറി അവക്ക്. എനിക്കൊരു മെലിഞ്ഞ വാല്,
അത്രയും മാറിപ്പോയല്ലോ. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉറങ്ങിയെങ്കിൽ നാളെ പോകോളാം എന്ന് എഴുന്നേറ്റ് പോകും. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് ഓരോ സൃഷ്ടികർമ്മം കഴിഞ്ഞ് പറഞ്ഞു നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ഒരു സൃഷ്ടികർമ്മം പറഞ്ഞു നന്നല്ല. എന്താ നല്ലത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം പുരുഷനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമേ പറയൂ. അങ്ങനെ പറയുന്ന ഒരു വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണിത് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങ. മനസ്സമാധാനത്തോടുള്ളതിൻ്റെ അവസാനത്തെ ഉറക്കം കിടന്നാലുള്ള മരുന്നുണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങുക. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ചില ഐറ്റങ്ങൾ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സത്യം പറഞ്ഞാൽ പെണ്ണില്ലാത്ത വീടും പെണ്ണില്ലാത്ത നാടും ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി പോലെയാണ്. ഒരനക്കവുമില്ല. സംസാരം ആരംഭിച്ചു. ചിരി, കരച്ചിൽ, ഏങ്ങലടി, നെഞ്ചത്തടി, നിലവിളി, ഇതെല്ലാം ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടിയിരുന്ന പുരുഷൻ സ്ത്രീയെ കണ്ട് സന്തോഷത്തോടെ ഇംഗ്ലീഷിൽ വർത്തമാനം ആരംഭിച്ചു. എങ്ങനെ പറഞ്ഞു? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന്. മലയാള ഭാഷാപ്രേമികൾ പറയും, പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടിയിരുന്നിട്ട് ആദം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി, പാദം മുട്ടിക്കിടക്കുന്ന ഒരു മാതകത്തിടമ്പ് മന്ദം നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. സംസാരം ആരംഭിച്ചു. നമുക്കറിയാം, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വർത്തമാനം പറഞ്ഞറിയാവുന്നത് നമ്മളെക്കാൾ തമിഴ്നാട്ടുകാർക്കാണ്. തമിഴന്മാർ സ്വന്തം ഭാര്യ വിളിക്കുന്ന പേര് തന്നെ സംസാരമെന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വകുപ്പ്. കഴിഞ്ഞ കൊല്ലം ഒരു പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് വികാരിയച്ഛൻ്റെ അനൗൺസ്മെൻറ്റ്, അമിട്ടേ ഗുണ്ടേ കതിനാ വാണം പൊട്ടുന്നേക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്ക് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം 14,000 വാക്ക് പറയുമെന്നാണ്. അത് വർത്തമാനം മാത്രമല്ല, ഗോഷ്ഠി, ആക്ഷൻ, ചേഷ്ട, പല വിധത്തിൽ. ഭർത്താവ് ഇവിടുന്ന് പൂവാറ് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ 6500 വാക്ക് വഴി വെച്ച് തീർന്നുപോയി. വീട്ടിലേക്ക് വരുന്നത് വെറും 500 പക്ഷെ ബെമ്പർനോത്തി വരയ്ക്കാതിരിക്കുക 14,000 ആരോടും പറയാൻ പറ്റിയിട്ടില്ല. അവൾ ചിലവറാന്ന് വർത്താനം പറയുമ്പം അങ്ങനെ പറഞ്ഞേക്കല്ലേ. കാരണം അങ്ങനെ മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ 28,000 വാക്കുമായിട്ട് ഒരു വരവുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പെണ്ണുങ്ങളോട് മിണ്ടി ആണുങ്ങൾ തീർക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് റെഡി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാർ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങളെല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14,000 ആയി. അവൻ ചോദിച്ചു, എന്നാടി ഇനി പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ പിടി കിട്ടുന്നുള്ളൂ. ഇപ്പം സംസാരം ആരംഭിച്ചു. സംസാരം ഒപ്പം ചിരി. ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അതാ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്കേ അറിയത്തുള്ളൂ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യയൊന്ന് ചിരിച്ചോ, അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറെ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. പെണ്ണുങ്ങൾ ചിരിച്ചോ വീട്ടിൽ സന്തോഷമുണ്ട്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായിയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്ന. പെണ്ണുങ്ങൾ ചിരിച്ചോ ആണുങ്ങൾക്കൊരു ഭാരക്കുറവുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. അതല്ല, നന്നായിട്ട് ചിരിച്ചോ നേടാൻ പറ്റും. 2, കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞോ ഭർത്താവ് അയയും. പെങ്ങൾ കരഞ്ഞോ ആങ്ങള ഉലയും. മോള് കരഞ്ഞോ അപ്പൻ ഉടഞ്ഞു പോകും. കാരണം ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട്
വെള്ളം വീണാൽ പെട്ടെന്ന് അരിത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആശ്രയിച്ചാൽ പോലും ഇളക്കാൻ പറ്റുമല്ല. എല്ലേന്നുണ്ടായതാണ് നല്ല കട്ടി. ഇപ്പം ചിരിച്ചും കരഞ്ഞും നേടാൻ പറ്റും കുടുംബം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം ഞാൻ കുറേ നാൾ മുമ്പ് ഒരു അധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വരപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതിയിൽ ഒരു കട്ടിയില്ലാത്ത ചീപ്പ് നൂലിൽ കെട്ടിതാരി കൊടുത്ത് പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേ കൂടെ പറക്കണ പോലെ കൈ തെന്നി പോയി. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി എന്നെ കാണാൻ ഒരു കേക്കും കൊണ്ട് വന്നു. ഞാൻ മുറി കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് പൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളത്തിട്ട് ഞാൻ പറഞ്ഞു, പേടിത്തൊണ്ട കണക്കധ്യാപക, സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പോൾ കുറേ കൂടെ ധൈര്യമല്ലേ വരേണ്ടത്, എന്നാ വിറയാടാ വരച്ചത്. അവൻ ചോദിച്ചു, ആഹാ അത് വിറയാണെന്നാണോ അച്ഛൻ കരുതിയത്? ഞാൻ പറഞ്ഞു, കൈ കിടങ്ങ് തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലോ ആണോ? പൊന്നച്ച വരച്ചതല്ല, ഇത് കത്തോലിക്ക സഭയിൽ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വരച്ചതല്ല അച്ഛാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം. അവിടെയാണ് ഹോസിയ പ്രവാചകൻ പറയുക, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. പഠിപ്പിച്ചു ഹോസിയ. 2 യെശയ്യ. ക്രിസ്തുവിന് 740 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചെന്ന പ്രവാചകൻ യെശയ്യ. യെശയ്യ പ്രവാചകൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ സ്നേഹം പെറ്റതള്ളയും കുഞ്ഞും തമ്മിലാണ്. ഹോസിയ നോക്കിയപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ. യെശയ്യ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖം കാണിച്ചു. യെശയ്യ 49:15 മുതൽ വാക്യങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യെശയ്യയുടെ കാലഘട്ടത്തിൽ മെഡിക്കൽ തള്ളമാർ മക്കളെ 3.5 വയസ്സ് വരെ മുലപ്പാൽ കുടിപ്പിക്കുമായിരുന്നു. നമ്മൾ കാണുന്നു സാറ ഇസഹാക്കിനെ 3 വയസ്സ് വരെ മുല കുടിപ്പിച്ചു എന്നാ പറയുക. ഇന്ന് കാമുകനെ കിട്ടാൻ വേണ്ടി മക്കളെ കൊല്ലുന്ന അമ്മമാർ ഉണ്ട്. കാമുകൻ്റെ പിറകെ ഓടാൻ വേണ്ടി സ്വന്തം മക്കളെ വിൽക്കുകയും പിന്നീട് കരഞ്ഞുകൊണ്ട് വിറ്റതല്ലെന്ന് പറയുകയും ചെയ്യുന്ന കള്ളമുഖങ്ങൾ നമ്മളിന്ന് കാണാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനല്ല. ഇന്ന് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, പാതയോരങ്ങളിൽ, ഓടകളിൽ, ഒളിവുചാലുകളിൽ, പള്ളിയുടെ നടയിൽ, പൊതുനിരത്തിൽ കുഞ്ഞുങ്ങളെ തള്ളിവിടും. അന്ന് അങ്ങനല്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇന്ന് നമ്മുടെ വ്ളാത്താങ്കര, പൂവാറ്, ഈ പ്രദേശങ്ങൾ, കോവളം, വിഴിഞ്ഞം, ഉദയംകുളങ്ങര, നെയ്യാറ്റിൻകര, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ യേശയ്യയ്ക്ക് ഇതുവല്ലതും പറയാൻ പറ്റുമോ? കാരണം ഇന്ന് മുല കുടിക്കുന്ന തള്ളമാരെ കാണാനേ ഇല്ല. 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമിരുകമ്പി കുത്തിക്കയറ്റും തൊണ്ട വരെ. എരുമപ്പാൽ, ആട്ടുംപാൽ, പശുവും പാല്. കുഞ്ഞിനെ അണ്ണാക്കി കുത്തി കയറ്റിയിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞു രാമ, ആഞ്ഞു വലിക്കടാ ഉച്ചരാമ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നാൽ ശരീരത്തിന് ഷേപ്പ് പോവും. കുഞ്ഞ് കട്ടിലേക്ക് കിടന്ന് 2 കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ട് പറയുക, വളർന്നു വരട്ടടി, 20 വയസ്സാകട്ടെ, നിന്റെ ഷേപ്പ് ഞാൻ മൊത്തം മാറ്റിക്കോളാം. ചില മക്കളും മറ്റും വളർന്നു വരുമ്പം അമ്മേനെ വിളിക്കുകയല്ല, മേ, കാരണം ആട്ടുംപാലാ കുടിച്ചു വളർന്നു, അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഹോസിയ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം മറക്കുകയില്ല. യെശയ്യ പറഞ്ഞു, അമ്മ കുഞ്ഞിനെ മറന്നാലും ദൈവം നമ്മളെ മറക്കുകയില്ല. 3 എസെക്കിയേൽ. എസെക്കിയേൽ ആട്ടിടയനാ. ഇടയനായ എസെക്കിയേൽ പറഞ്ഞു, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. അന്ന് ചെന്നായ് ആടിന് മേൽ ചാടി വീഴുമ്പോൾ ഇടയൻ ചെന്നായെ നേരിടും. അവന് മുറിവേറ്റാലും അവൻ മരിച്ചാലും ആടിന് ചെന്നായ്ക്ക് കൊടുക്കുകയില്ല. ആ സമൂഹത്തിൽ പറയുക, അഥവാ ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. ഇടയൻ്റെ ഭാഷ. 4 ജെറമിയ. ജെറമിയ മൺപാത്രങ്ങൾ മെനയുന്ന കുശവന. കുശവന്മാരുടെ സമൂഹത്തിൽ നിന്നും ജെറമിയ വരുന്നു. ജെറമിയ 18-ാം അധ്യായത്തിൽ പറയും,
കുശവൻ താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ മറക്കില്ല. കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ഇവരെല്ലാവരും പറഞ്ഞത് ദൈവത്തിൻ്റെ ഭക്തനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ വാക്യങ്ങളിൽ ഇങ്ങനെ സംഗ്രഹിച്ചു. 103-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാ. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാ. ബൈബിളിൽ ഒരു പേരിട്ടാൽ പേര് പോലെ സ്വഭാവം. കരുണാവാരിധി എന്ന് വെച്ചാൽ അവന് കരുണ തന്നെ. സ്നേഹനിധി എന്ന് വെച്ചാൽ അവന് സ്നേഹം തന്നെ. ബൈബിളിൽ അർത്ഥമുള്ള പേരേ ഇടൂ. വെള്ളത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ വലിച്ചെടുത്തപ്പോൾ അവനിട്ട പേര് മോശ. മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വലിച്ച് എടുക്കപ്പെട്ടവൻ. ഇസഹാക്ക് അവൻ ചിരിക്കുന്നു. ഇസ്മായിൽ ദൈവം നിലവിളി കേട്ടു. തോമസ് ഇരട്ട. തദ്ദേവൂസ് നെഞ്ചറപ്പുള്ളവൻ. ജോസഫ് വളർത്തുന്നവൻ. മാർഗരറ്റ് മുത്ത ഡോണ ഗിഫ്റ്റ്. അർത്ഥമുള്ള പേരേ ഇടൂ. പേരിട്ടാൽ പേര് പോലെ ഷെയ്പ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാ. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാ. ഈ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൊക്കെ ഉണ്ട്. ഇത്രയും പേര് ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു സന്ധ്യയിൽ ഒരുമിച്ച് കൂടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളത് കൊണ്ടാണ്. പീഡിപ്പിക്കുന്ന ഭർത്താവ്, വേദനിപ്പിക്കുന്ന മക്കൾ, ആത്മഹത്യ ചെയ്യാതെ ഒരമ്മ ജീവിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളത് കൊണ്ടാണ്. പരാതി പറയുന്ന ഭാര്യ, പരിഭവിക്കുന്ന മക്കൾ, ഒരു ഭർത്താവ് ജീവൻ അവസാനിപ്പിക്കാത്തതിന് കാരണം ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ സമപ്രായക്കാർ സുന്ദരമായ പാൻസും കോട്ടും ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് നടക്കുന്നു. ഇവിടെ സിസ്റ്റർമാരിരിപ്പുണ്ട്. സമപ്രായക്കാർ സാരിയും ബ്ലൗസും ധരിച്ച് സുന്ദരിമാരായി നടക്കുമ്പോൾ ഞങ്ങൾ അച്ഛന്മാരെയും സിസ്റ്റേഴ്സും ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുപോലെ, അന്യഗ്രഹത്തിൽ നിന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷത്തിൽ നടക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെ തണുപ്പ് കാലത്തും അമേരിക്കയിലെ യൂറോപ്പിലെ തണുപ്പത്തും ഈ കുപ്പായം നല്ല രസമാണ്. പക്ഷെ കേരളത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ഉച്ചയ്ക്ക് കൊടിയും ചൂടത്ത് 12 മണിക്ക് ഈ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദോശക്കല്ലെ കയറിയിരിക്കുന്ന അനുഭവമാണ്. ഈ ലോഹയുടെ ചൂട് സഹിക്കാം. ചില മനുഷ്യരുടെ പെരുമാറ്റം. ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ 3.5 വയസ്സ് പ്രായമുള്ള മോനെയും കൊണ്ടിരിക്കുക. വണ്ടി ഇങ്ങനെ കയറ്റം കയറി പോവുക. ഇടുക്കി ജില്ലയിൽ കയറ്റം, ഇറക്കം, ഗട്ടർ, കുന്നേ, കുഴി. വണ്ടി ഇങ്ങനെ ചാടുമ്പോൾ അല്പം കൂടെ ചാടിയാൽ കൊള്ളാവുന്ന പരുവത്തിൽ ഈ കൊച്ചു ചെറുക്കൻ കമ്പിയിലൂടെ അണ്ണാനെ പോലെ പിടിച്ച് അള്ളിപ്പിടിച്ച് കയറുന്നു, ഇറങ്ങുന്നു. ഭയങ്കര പ്രകടനം. ഞാനവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൻ മുട്ടി ഒരുമി തട്ടിത്തടവി എൻ്റെ അടുക്ക് വന്നു. അടിമുടി അവൻ എന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം 2 കൈകൊണ്ടും ഈ കയറ് കയ്യിലെടുത്തു. മുതിർന്ന ആൾക്കാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് താടിയിലും മീശയിലും ദീശയിലും വരുമെന്ന പോലെ അവനെ തൊങ്ങലെടുത്തിട്ട് മൂക്കയിലും ചൊടിയയിലും കണ്ണയിലും കവിളയിലും താടിയിലും കണ്ണയിലും ഒരുമോടൊരുമ. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. ഇവൻ വള്ളിയെന്ന് വിടുകയല്ല, മുറുകെ പിടിച്ച് നിൽക്കുക. ഞാൻ പിടിച്ചു വലിച്ചു പിടിവിട്ടു. ഇവൻ കരയാൻ തുടങ്ങി. പിടിച്ച് പയ്യെ തള്ളി. അവൻ അവൻ്റെ അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. തള്ള ഞെട്ടി എഴുന്നേറ്റു. യാത്രക്കാരൊക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും സൂട്ട്കേസും തൂക്കി പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ എന്നെ ചൂണ്ടി അവൻ്റെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ടെ പശുമാമ്മ ഇറങ്ങിപ്പോന്നു. ഇതായിരുന്നു അവൻ്റെ കമൻറ്റ്. അപ്പോൾ ഏതോ ഒരു കമൻറ്റിന് നടുവിൽ നമുക്ക് ചിരിക്കാൻ പറ്റണം. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിൽ സൂക്ഷിക്കണം. ഈ സ്നേഹത്തിന് 5 പ്രത്യേകത നമ്മൾ കാണും. ഈ സ്നേഹത്തിന് വിശ്വാസം കൊണ്ട് കൊടുക്കുന്ന പ്രത്യുത്തരം 2-ാമത്തെ വചനപ്രഘോഷണത്തിൽ. ഈ സ്നേഹത്തിന് 5 പ്രത്യേകത. 1, സ്ഥിരത. ദൈവത്തിൻ്റെ സ്നേഹത്തിന് സ്ഥിരതയുണ്ട്. യേശയ്യ 54, 10, 11 വാക്യങ്ങൾ. കുന്നുകൾ അകന്നുപോയേക്കാം, മലകൾ മാറ്റപ്പെട്ടേക്കാം, പക്ഷെ എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും മായുകയില്ല. ലോകത്തിലെ സ്നേഹങ്ങളുമായാം. ഇന്ന് നല്ലത് പറയുന്നവർ നാളെ മാറ്റി പറയാം. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. ലോകത്തിലെവിടെയെല്ലാം സ്ഥിരമായ സ്നേഹം കാണുന്നു, അതൊക്കെ ഓർപ്പിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. കള്ളുകുടിയനും വേദനിപ്പിക്കുന്നതിനുമായ ഭർത്താവിന് വേണ്ടി ചൂടുമാറാത്ത ഭക്ഷണവുമായി ഒരു ഭാര്യ കാത്തിരിക്കുമ്പോൾ
മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറാത്ത ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവധിയെടുത്ത് കൂടെ ഇരിക്കുന്ന അപ്പനും അമ്മയും മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറാത്ത സ്നേഹത്തിൻ്റെ പ്രതീകം. ഞാൻ പട്ടം കിട്ടിയ നാളുകളിൽ ഒരു വലിയ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രാത്രി 9:30 ലുങ്കി ഷർട്ട് വേഷം ധരിച്ച് 1-ാം നിലയിലേക്ക് ഞാൻ കിടക്കാൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെൽ. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇടവകയിലെ അറിയപ്പെടുന്ന കള്ളുകുടിയനായ ഒരു ചേട്ടൻ മുണ്ട് കഷ്ടിച്ച് പൊത്തിപ്പിടിച്ച് ഒരു പന്തവും കൈപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്നാ ചേട്ടാ, കുടിച്ചിട്ട് എന്നാൽ ഭാര്യ തെറി വിളിക്കും, അപ്പോൾ അച്ഛനോട് ലോഗ്യമാണല്ലോ, അച്ഛൻ വന്ന് അപ്പീൽ കൊടുത്താൽ അവളെ കയറ്റി വിട്ടേക്കും, വരാതിരിക്കല്ലേ. പുത്തനച്ഛൻ്റെ ആദ്യകാല തീഷ്ണത തീവ്രത ലോകയിട്ട് കയറ് മുറുക്കി കെട്ടി ഞാൻ ഇറങ്ങി. പന്തവും പിടിച്ച് ഇയാൾ മുമ്പിൽ കുന്തം പോലെ ഞാൻ പുറകെ. 15 മിനിറ്റ് കഴിഞ്ഞു. വീട്ടിൽ ചെന്നു. 9:45. ഭാര്യ ചോദിച്ചു, എന്നാ ജോസഫച്ച രാത്രിയിൽ ഇതിലെ കൂടെയൊക്കെ? ചോദ്യം കേട്ടപാടെ വല്ലാത്തൊരു ചമ്മല്. ഞാൻ മുമ്പോട്ട് കയറിയിട്ട് പറഞ്ഞു, ഈ സ്ത്രീ ആണെങ്കിൽ ഇട്ട നൈറ്റി പരമാവധി പൊക്കിക്കുത്തി വലതയിൽ ചൂലും ഇടയിൽ ചിരവയായിട്ടാണ് നിൽക്കുന്നത്, അരിശത്തോടുകൂടി. ഞാൻ മുമ്പോട്ട് കയറിയിട്ട് പറഞ്ഞു, പെങ്ങളെ, വിവാഹം ഒരു കൂതാശയാണല്ലോ. ഉടലായ സഭ, ശിരസായ മിശിഹ ഉടലായ സഭയെ സ്നേഹിച്ചതുപോലെ ശിരസായ ഭർത്താവ് ഉടലായ ഭാര്യയെ സ്നേഹിക്കണം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശിരസായ മിശിഹ തറയെ കിടന്ന് എഴയുക. 2-ാം ഭാഗത്ത് പറഞ്ഞു, ഉടലായ സഭ ശിരസായ മിശിഹായോട് വിധേയത്വം കാണിച്ചതുപോലെ ഉടലായ ഭാര്യ ശിരസായ ഭർത്താവിനോട് വിധേയത്വം കാണിക്കണം. ഈ സ്ത്രീ നൈറ്റി താഴത്തേക്കിട്ടു, ചൂല് ദൂരത്തേക്കിട്ടു, കത്തി അകലത്തേക്കിട്ടു. വാതിൽ മലർക്കെ തള്ളി തുറന്നോട് പറഞ്ഞു, കയറ്റി വിടാതിരിക്കാൻ പറ്റുമോ അച്ഛാ? താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? ആദ്യം പറഞ്ഞത് എൻ്റെ മോന്ത ചൂലിനടിക്കും, കത്തി കൊണ്ട് പെടല് കണ്ടിക്കും, തുള്ളി നിന്നവളാ. അവസാനം പറയുന്ന വാക്ക്, കയറ്റി വിടാതിരിക്കുവാൻ പറ്റുമോ അച്ഛാ? താലി കെട്ടിയ മനുഷ്യനല്ലേ, സ്നേഹിച്ചു പോയില്ലേ? എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ മുഖങ്ങളുണ്ടോ അത് മുഴുവൻ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, സ്ഥിരമായ സ്നേഹം. 2, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. ലൂക്കാ സുവിശേഷം 15:20. ലൂക്കാ 15:20. ഒരു ബൈബിൾ വാക്യത്തിൽ 5 ക്രിയകൾ. സാധാരണ ഒരു ബൈബിൾ വാക്യത്തിൽ 2, മാക്സിമം 3. പക്ഷെ ലൂക്കാ 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ കാണിക്കുന്ന 5 പ്രവൃത്തികൾ. ദൂരെ വെച്ച് തന്നെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. ദൈവസ്നേഹത്തിൻ്റെ 5 പ്രവൃത്തികൾ. ഞാനായിരുന്നു ധൂർത്തപുത്രൻ്റെ അപ്പനെന്ന വരിയിൽ ഇവൻ വരുമ്പോൾ പന്നിക്കുഴിയിലെ ദുർഗന്ധമുണ്ട്. പിയേഴ്സിൻ്റെ സോപ്പ് കൊടുത്തിട്ട് വരും, മോനെ ഒന്ന് കുളിച്ചിട്ട് വരാമെങ്കിൽ ഉമ്മ തരാം, എനിക്കതേ പറ്റുകയുള്ളൂ. പക്ഷെ അപ്പൻ ചെളിയോടും ചേറോടും മൂർത്താവിൽ മുത്തമിട്ടു. അതിൻ്റെ അർത്ഥം എന്താ? സൽപ്പേരാണെങ്കിലും ദുഷ്പേരാണെങ്കിലും, നന്മയുണ്ടെങ്കിലും തിന്മയാണെങ്കിലും, കടബാധ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒരു വ്യവസ്ഥയും ഇല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവം. ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രഭാത നക്ഷത്രം പോലെ ഉദിച്ചിട്ട് പെട്ടെന്ന് പൊലിഞ്ഞു പോയതാ തിരുവനന്തപുരക്കാർക്ക് പരിചയമുള്ള ശ്രീശാന്ത് എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബൗളർ. കോഴ വിവാദത്തിൽപ്പെട്ട് തീഹാർ ജയിലിൽ ശ്രീശാന്ത് കിടക്കുന്ന 5 ദിവസങ്ങളിൽ പള്ളിയുടെ വാതകത്തെ ഹരിനഗർ പള്ളിയിൽ അച്ഛൻ്റെ ധ്യാനമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അച്ഛന്മാരും സിസ്റ്റേഴ്സും കരിസ്മാറ്റിക്കും നവീകരണത്തിൽ വന്ന ഏതാനും ആത്മാരും ഒരുമിച്ച് ജയിലിൽ പോയി കൂടെ നിന്ന് പ്രാർത്ഥിക്കും. ഒരാഴ്ച കഴിഞ്ഞ് ശ്രീശാന്ത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ കൈപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒരു പേരുദോഷം വന്നപ്പോൾ ഉറ്റവരും ഉടയവരും മുഖം മാറ്റി. അവർക്കെല്ലാം എന്നോട് ഒരകൽച്ച തോന്നി. പക്ഷേ ഒരു വ്യവസ്ഥയില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് ബൈബിൾ എന്നെ പഠിപ്പിച്ചു. ഇന്നും ഹരിനഗർ പള്ളിയുടെ മുമ്പിൽ തീഹാർ ജയിലിൻ്റെ വാതുക്കൽ ഈ പോസ്റ്റർ പടം അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും നിരുപാധികം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആണി അടിച്ചാലും കുരിശി തറച്ചാലും മുഖത്ത് തുപ്പിയാലും
പരിഹസിച്ചാലും പ്രതികാരം ചെയ്യാത്തൊരു ദൈവം, അതാണ് ക്രിസ്തുവിൻ്റെ മുഖം. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായ സ്നേഹം. രണ്ട്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. മൂന്ന്, ദൈവത്തിൻ്റെ സ്നേഹം പദ്ധതിയുടെ സ്നേഹമാണ്. എങ്ങനെയുള്ള പദ്ധതി? ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി. റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. എല്ലാറ്റിൻ്റെയും പുറകിൽ ഒരു പദ്ധതി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കുട്ടിക്കാലങ്ങളിൽ പഠിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി ദൂരം നടന്നു പഠിച്ചിട്ടുണ്ട്. അന്നോർത്ത് എന്തൊരു കഷ്ടപ്പാട്. പക്ഷെ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ അന്നത്തെ കഷ്ടപ്പാട് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി അതെല്ലാം തന്നു. ഇന്ന് വലിയ ക്ഷീണമില്ലാതെ ഓടുന്നതിൻ്റെ കാരണം ഒരു കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടാണ്. കോവാക്സിനും കോവിഷീൽഡും സ്വീകരിച്ചപ്പോൾ നൊമ്പരമുണ്ട്. അത് കിട്ടിയതുകൊണ്ടാണ് പിന്നെ വൈറസ് ദുർബലമായി ശരീരത്തിൽ പ്രവർത്തിച്ചത്. ചില നൊമ്പരങ്ങൾ വരുമ്പോൾ അന്നേരം അറിയില്ല, കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാകും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. 4, ദൈവത്തിൻ്റെ പദ്ധതി പരിപാലിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങനെ പരിപാലിക്കും? നിയമാവർത്തനം 32 10 മുതൽ വാക്യങ്ങൾ. തള്ളക്കഴുകൻ അതിന് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. അമ്മക്കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് ചുണ്ടുകൊണ്ട് കുത്തിയെടുത്ത് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഉയരും, അവിടുന്ന് എറിയും. ചുണ്ടേന്ന് പിടിവിടുമ്പോൾ ചിറകടിക്കും. അമ്മ താഴ്ന്ന് പറന്ന് കുഞ്ഞിനെ താങ്ങും. ഇതുപോലെ ചിലപ്പം ദൈവം നമ്മളെ കരയിപ്പിക്കും, ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ ഉന്തും, ചിലപ്പം വളയ്ക്കും, പക്ഷെ ഒടിക്കുകയല്ല. ഓരോ നൊമ്പരങ്ങളും വേദനകളിലും ദൈവത്തിൻ്റെ പരിപാലനയാണ്. 1, ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായ സ്നേഹം. 2, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. 3, പദ്ധതിയുടെ സ്നേഹം. 4, പരിപാലിക്കുന്ന സ്നേഹം. അവസാനമായി 5, ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ജെറമിയ 1:5, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, തിരഞ്ഞെടുത്തു. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 12:22 മുതൽ വാക്യങ്ങൾ. നിന്റെ തലയിലെ ഓരോ മുടിനാരും എണ്ണിയിരിക്കുന്നു, ഞാനല്ലാതെ കിളിർക്കുകയില്ല, കൊഴിയൽ. ഇത്രയും വലിയൊരു മനുഷ്യ സമൂഹം ഇവിടെ കൂടുമ്പോൾ എല്ലാവരുടെയും മൂക്കൊരിടത്ത്, കണ്ണൊരിടത്ത്, ചൊടിയൊരിടത്ത്, ചെവിയൊരിടത്ത്. പക്ഷെ ഒരാളെ പോലെ മറ്റൊരാളില്ല, തികച്ചും വ്യത്യസ്തം. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പം പറയും ക്യാമറയിൽ നോക്കാൻ പറയും. ഒരു കൃഷ്ണമണി പോലെ മറ്റൊരു കൃഷ്ണമണിയില്ല. ആധാർ കാർഡിൽ തള്ളവരൽ അടയാളം, ഒരു തള്ളവരൽ മുദ്ര 140 കോടി ആൾക്കാരുണ്ടെങ്കിൽ മറ്റൊരാൾക്കില്ല. തികച്ചും വ്യക്തിപരമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. കയ്യിലെ രേഖകൾ വ്യത്യാസം. എല്ലാ കയ്യിലെയും രേഖകൾ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പഴപ്പ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും, സഹോദര സഹോദരി, സകലമാന രേഖകളും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, സാമ്പത്തിക രേഖ, ആരോഗ്യരേഖ, ആത്മീയ രേഖ, ഭൂമധ്യരേഖ, എല്ലാ രേഖയും ഞാൻ ഇവിടെ തന്നെ കാണുന്നു. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മലന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്താ പ്രകടനം. ചില അമ്മമാർ പറയും, ഭരണി നാളിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അടുത്ത ഒരാഴ്ചക്കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട്. ഒരു മുഖം പോലെ മുഖമില്ല, സ്വരം പോലെ സ്വരമില്ല, തികച്ചും വ്യത്യസ്തം. വോട്ട് ചെയ്യാൻ ഞാൻ പോയില്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചെയ്യാത്ത വോട്ടായിട്ട് അവിടെ കിടക്കും. ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ശാപം ഞാൻ തന്നെ വഹിക്കണം. ഞാൻ ചെയ്യുന്ന പുണ്യത്തിൻ്റെ കർമ്മഫലവും ഞാൻ തന്നെ അനുഭവിക്കണം. എനിക്ക് പകരം മറ്റൊരാളില്ല. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു.